ചേച്ചി അടിപൊളിയല്ലേ? എങ്ങനെ അടിപൊളിയാതിരിക്കും? ഞാനല്ലേ ഇട്ടത്. നീയാ? ഞാനും കൂടെ ചേർന്നിട്ട്. ഞാനും കൂടെ ചേർന്നിട്ട്. ഹലോ, ഇതിന്റെ ഡിസൈൻ വരച്ചത് ഞാൻ, ഈ കളർ കോമ്പിനേഷൻ കണ്ടുപിടിച്ചത് ഞാൻ, പിന്നെ ഈ പൂവ് മേടിച്ചോണ്ട് വന്നത് ആര്? ഈ ഞാൻ. നീ ഒരു കാര്യം മാത്രം ചെയ്തു, എന്റെ അടുത്ത് വന്നിരുന്ന് ഇങ്ങനെ ശല്യം ചെയ്യുക, അല്ലാതെ നീ എന്താ ചെയ്തേ? അപ്പൊ നീ പറഞ്ഞു വരുന്നത് ഈ പൂക്കളത്തിൽ എനിക്കൊരു പങ്കും ഇല്ലാന്ന്? ഇല്ല. ശരിയടി, നീ ഇങ്ങനെ തന്നെ പറയണം. എടി നീ നോക്കിക്കോ, നാളെ തിരുവോണത്തിന് ഇതിനെക്കാട്ടും വലിയൊരു പൂക്കളം ഞാൻ ഇടും. നീ എണീക്കുന്നതിന് മുന്നേ ഞാൻ ഇട്ട് തീരുമോളെ. അപ്പൊ ഇവളാണ് തുടങ്ങി വയ്ക്കുന്നത് ചുമ്മാ? ഞാനതല്ല, ഇവളാണ്. പൊടിയാണ്. ഒന്നും ഇടാൻ സമ്മതിക്കൂല, വന്ന് ശല്യം ചെയ്യാനായിട്ട് വന്നോളെ. എന്റെ മാമ, ഇത് നിങ്ങൾ തമ്മി കണ്ടു കഴിഞ്ഞാൽ അപ്പൊ വഴക്കൊടുക്കും. ഹലോ, എവിടെ പോണ്? നമുക്ക് ഒരിടത്ത് പോകുന്നുണ്ട്. എവിടെ? അത് നിങ്ങളത് പറയുന്നില്ല. താല്പര്യമില്ല, പറയാൻ താല്പര്യമില്ലേ? ഓണമൊക്കെ ആണ്. മാമന്റെ കയ്യിൽ നിന്ന് ഒരു ഓണക്കോടിയൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇനി നടക്കൂലല്ലോ. ഇപ്പൊ വാങ്ങിച്ചു കൊടുക്കാനൊക്കെ ആൾക്കാരൊക്കെ ആയില്ലേ. മക്കൾക്ക് ഓണക്കോടി ഞാൻ വാങ്ങിച്ചു, നിങ്ങൾക്ക് ഓണക്കോടി ഞാൻ അപ്പൂപ്പന്റെ കണക്ക്. അത് അപ്പൂന്റെ വകയല്ലേ, മാമന്റെ വകയില്ലല്ലോ. ശരി, അത് വിഷമിക്കണ്ട. മാമനിപ്പൊ പോയിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഓണക്കോടി വാങ്ങിച്ചോണ്ട് ഒരാവശ്യമില്ല. അതിന്റെ ഒന്നും നിങ്ങൾക്ക് ആരെയൊക്കെ വക വേണം? മാമന്റെ വക അപ്പൂപ്പന്റെ ഓണക്കോടി കിട്ടിയാ പോരെ. ഒരു ഓണക്കോടി ആവശ്യമുള്ളൂ. അതെന്താ അങ്ങനെ പറയണത്? ഒന്നാതെ വർഷത്തിൽ ഒരിക്കലാണ് ഓണം വരുന്നത്. അപ്പൊ നമുക്ക് ആ സമയത്തെ കുറച്ച് നല്ല ഡ്രസ്സൊക്കെ കിട്ടുള്ളൂ. ശരി, വിഷമിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, മാമൻ വാങ്ങിച്ചോണ്ട് വരും. ഉറപ്പ്? ഓണം കഴിഞ്ഞിട്ട് അല്ലടി, ഇന്ന് വാങ്ങിച്ചോണ്ട് വരും. ഇന്ന് വാങ്ങിച്ചോണ്ട് വരും. നമുക്കിപ്പോ ഒന്നാമത് ഉത്രാട പാച്ചിലാണ്. ശരിയാ, നമുക്ക് ഭയങ്കര ആളായിരിക്കും. നീ വീട്ടിൽ ഇരുന്നാൽ നീ പാച്ചിൽ ഒഴുകി പോകും. നീ കുറച്ച് പോയിട് ഇങ്ങോട്ട്. ഇതെല്ലാം കൂടെ ഞാൻ കുളമാക്കും. ചവിട്ടിയെടുത്ത് ഞാൻ വെളിയിലെറി. കേട്ടോ ചിന്നു, എന്റെ ചെറുപ്പകാലത്തൊക്കെ അത്തത്തിന്റെ അന്ന് തുടങ്ങും ഓണത്തിന്റെ അന്നേക്കുള്ള പ്ലാനിങ്. പിന്നെ പൂക്കളം ഇടാനൊക്കെ ഭയങ്കര മത്സരവാ. ഈ പൂക്കളത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണേ എനിക്കൊന്നും ഈ പൂ പറിക്കാൻ പോണ്ടി വരാറേ ഇല്ല കേട്ടോ. എന്താ? കാരണം രാമേട്ടനെ പോയി ഇഷ്ടം പോലെ പൂ പറിച്ചോണ്ട് വരും. ഓഹോ, സെറ്റാണ്. പിന്നെ എന്റെ നാട്ടിലേക്ക് ഈ ചെറിയ ക്ലബുകൾ നിറയുണ്ടേ. ചെറിയ ക്ലബ്ബാ? ഇവിടൊക്കെ വലിയ വലിയ ക്ലബ്ബാണ് കേട്ടാ. ഇത് കേക്ക്. ഈ ക്ലബിലൊക്കെ ഈ വടംവലി മത്സരവും ഈ കുടം തല്ലി പൊട്ടിക്കലും അങ്ങനെ ഒരുപാട് മത്സരങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതിനൊക്കെ ഞാൻ തന്നെ പ്രൈസ് അടിച്ചെടുക്കുന്നേ. അയ്യേ, കുടം തല്ലി പൊട്ടിക്കലാ? ഇതൊക്കെ ഒരു മത്സരമാണോ? പിന്നെ ഇവിടൊക്കെ എങ്ങനെയാണെന്ന് അറിയാമോ? ഡാൻസ്, പാട്ട്, മിമിക്രി, മോണോ ആക്ട്, പിന്നെ സുന്ദരിക്ക് പൊട്ടുവിടൽ. അത് ആ കറക്റ്റ് പോയിന്റിൽ ഞാൻ വെക്കും. അറിയാമോ, എല്ലാത്തിലും എനിക്കാണ് ഫസ്റ്റ് പ്രൈസ്. ഞാൻ പറഞ്ഞാലേ ബാക്കിയുള്ളവരൊക്കെ പേടിച്ച് മാറും. അതിപ്പോഴും അങ്ങനെ തന്നെയല്ലേ? അല്ല, പിന്നെ അത് മാത്രല്ല, 5 വർഷം തുടർച്ചയായിട്ട് ഞാനായിരുന്നു മലയാളം മങ്കി. കറക്റ്റ് കറക്റ്റാന്ന് പറയാ. സോറി, മങ്ക. 5 വർഷവും. ഇവിടെ കഴിഞ്ഞ വർഷം വരെ ഞാനായിരുന്നു. പിന്നെ ഈ സാരി ക്വീൻ കേട്ടിട്ടുണ്ടോ? ഏറ്റവും ബെസ്റ്റ് ആയിട്ട് സാരി കൊടുത്ത് ഇങ്ങനെ സുന്ദരിയായിട്ട് വരുന്നത് ഞാനായിരുന്നു. അപ്പൊ വേറെ ആരും ഉണ്ടായിരുന്നില്ലേ മത്സരത്തിന്? അയ്യോ, അത് ശ്രീകുട്ടിയുടെ സ്ഥലത്ത്. അവിടെ അല്ലേ കൊച്ചു ക്ലബ്ബ്, ആൾക്കാരൊന്നും കാണില്ല. ഇവിടെയൊക്കെ വലിയ വലിയ ക്ലബ്ബ്, ഒത്തിരി ആൾക്കാർ കാണും. പക്ഷെ കത്തി കാണുന്നില്ലല്ലോ. അയ്യോ സോറി, ഞങ്ങളുടെ വീട്ടിലൊക്കെ പപ്പടം കുത്തിയെടുക്കുന്ന കത്തി വെച്ചാ. ഞങ്ങളുടെ കുടുംബത്തിലെ നിറയെ കലാകാരന്മാരാ. അയ്യോ, അത് കത്തി അവിടെ വെച്ചപ്പോഴേ മനസ്സിലായി. ഈ നസീർ സാറില്ലേ, നസീർ സാറും ഉമ്മറൊക്കെ ബാസി അങ്കിളും ഒക്കെ ഞങ്ങളുടെ കുടുംബത്തിലുള്ളതാ. ബാസി അങ്കിളാ നിങ്ങളുടെ കുടുംബത്തില്? ഞങ്ങള് ഫാമിലി ഫ്രണ്ട്സ് ആണേ. അപ്പൂപ്പന്റെ ഒക്കെ ഫാമിലി ഫ്രണ്ട്സ് ആണ്. മക്കളെ കേറി വാ. രാവിലെ തന്നെ നല്ല തള്ളാണല്ലോ, വീടിങ്ങനെ പൊളിഞ്ഞു വീഴും. അയ്യോ, ഇത് ആരാ ഇങ്ങനെ പറയണേ? നീ ഒട്ടും മോശമല്ലല്ലോ. അതിപ്പോ ഇവിടെ പറയേണ്ട ആവശ്യം. ഒരു ഗ്യാപ്പ് കിട്ടിയത് ഇപ്പഴാ. അതെ,
നല്ല ചൂട് പുട്ടും പയറും ദേ പപ്പടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അയ്യോ ഇതൊക്കെ എപ്പോ ഉണ്ടാക്കി ശ്രീകുട്ടി? പുട്ടാണോ? രാവിലെ എഴുന്നേറ്റുണ്ടാക്കി. എന്നോടൊരു വാക്ക് ചോദിക്കണ്ടായിരുന്നോ? ഇവിടെ ആരും പുട്ടൊന്നും കഴിക്കുന്നില്ല, ഇവളൊക്കെ ദോശ കഴിക്കുള്ളൂ. ആര് പറഞ്ഞു? എന്ത് പുട്ട് ഇഷ്ടമാണല്ലോ എനിക്ക്. എപ്പോ തൊട്ട്? എപ്പോ തൊട്ടാ? എന്നെ തിരിച്ചടിക്കാത്ത എന്തും ഞാൻ കഴിക്കും. അപ്പൊ ഞാൻ ഇവിടെ ഇത്രയും നാളും പുട്ടുണ്ടാക്കി വെക്കുമ്പോ നിനക്ക് എന്തോരം ഷോ ആയിരുന്നു. അത് അപ്പച്ചിര പുട്ട് കൊള്ളൂലാത്തോണ്ടല്ലേ ചുറ്റി വെച്ചടിക്കണം. എന്താടി അപ്പച്ചിയുടെ പുട്ടിന്റെ കുഴപ്പം? നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടാക്കുന്ന എല്ലാ ഫുഡിനും. റിങ്കി നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറി വന്നിട്ട് കമന്റ് അടിക്കില്ലേ? എന്ത് അപ്പൊ പുട്ട് വേണോ അല്ലേ? പുട്ട് വേണം. അപ്പൊ കാണാനെ ഡാഡിന്ന് വിളിച്ചല്ലോ അല്ലേ നീ? കൊടു പുട്ട് വിട്. അല്ല ദോശ അവള് കഴിക്കുമല്ലോ. വേണ്ട നീ ഇനി ദോശ കഴിക്കണ്ട. നിനക്ക് ദോശയോ പുട്ടോ? എനിക്ക് ദോശ മതി. നിനക്ക് ഞാൻ ചുട്ടു അത് 1 അല്ല 2 അല്ല 5 പേപ്പർ റോസ്റ്റ് പോലെ നെയ്യിട്ട് മൊരിച്ച്. മാമി എനിക്ക് പുട്ട് ഉണ്ട്, പയറ്, പപ്പടം 3 കുറ്റി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചായ കൂടുതൽ എത്ര എണ്ണം വേണം? ഒരു 10 ചായ ഉണ്ടാക്കി തരാം. പിന്നെ അടുത്ത തവണ പുട്ടിന്റെ കൂടെ ചിക്കൻ മൺകുടം ഉണ്ടാക്കി തരാം. മൺകുടം സ്പെഷ്യൽ ഐറ്റമാ. ഇങ്ങനെ മൺകുടം പോലെ ഇരിക്കും, പക്ഷെ സൂപ്പർ. അതിനകത്തോട്ട് ഈ പുട്ടും പപ്പടവും ഒക്കെ കൂടി ഇച്ചിരി മാങ്ങാച്ചാറും കൂടി ഇച്ചിരി പ്ലാച്ചം എന്തെന്നാലും ഞാൻ തിന്നു. എന്തായാലും മുഴുവനും കഴിക്കണ്ട, BP ഒക്കെ കയറും. 3 കുറ്റി പുട്ട് ഇതിനകത്ത് ഇരിപ്പുണ്ട് കേട്ടോ, എടുത്ത് കഴിച്ചാണേ. തിന്നോളാം. ഞാൻ ഇപ്പൊ വരാവേ. വലിയൊരു പത്രാസുകാരി. ഇത്രയും നാളെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ആഹാരം വെട്ടി ഒഴുകിക്കൊണ്ടിരുന്ന കേസാണ്. ഇപ്പൊ ഒക്കെ ഉള്ള മാമി കൊടുത്താലേ ഇറങ്ങുള്ളൂ. അല്ലെങ്കിലും പിങ്കിയുടെ സ്വഭാവം അപ്പച്ചിക്ക് അറിയാലോ. എന്തായാലും അപ്പച്ചിന്ന് കുപ്പച്ചിന്ന് എല്ലാം വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരട്ടെ. മൈൻഡ് അടിക്കില്ലല്ലോ ഞാൻ. അല്ലെങ്കിൽ തന്നെ മാമി ജോലിക്ക് പോകുമ്പോ പിന്നെ അവക്ക് ആര് വച്ചുണ്ടാക്കി കൊടുക്കും? ഇങ്ങോട്ട് വരട്ടെ. ആട്ടി ഓടിച്ച് വിടും ഞാൻ. സത്യം പറഞ്ഞ ഓണം ആയതുകൊണ്ടാണ് ഞാൻ മിണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആ കുരിപ്പിന് ഞാൻ കണക്കിന് കൊടുത്തേനെ. ഓണായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. ഇങ്ങോട്ട് വന്നാൽ ഞാൻ വെച്ചേക്കൂലേ ഉള്ള കാര്യം പറയാം. ഇത് വരുന്നുണ്ട്. അയ്യോ എന്താ അപ്പച്ചി? ഇതുവരെയായിട്ട് നീ ഇങ്ങനെ പറ്റിച്ച് ഞാൻ ഇവിടെ പറ്റിയിരിക്കായിരുന്നെന്ന് പറയുമായിരുന്നു. എന്റെ വയറൊക്കെ നിറഞ്ഞിരിക്കുന്നു. ആണോ? കുറച്ച് ഞെക്കി വിടൂ. അയ്യോ ഞെക്കി വിടല്ലേ, നല്ല ടേസ്റ്റ് ഉള്ള പുട്ടുമായിരുന്നു. സൂപ്പർ. എന്റെ അപ്പച്ചി കേള്, മാമി ഒരു ചായ ഉണ്ടാക്കിയാലും എന്നാ ഒരു ടേസ്റ്റ് ആന്നേ. ഇത് ഇവിടെ എന്നെ ചൊറിയാൻ വേണ്ടി മനഃപൂർവ്വം തുനിഞ്ഞിറങ്ങിയിരിക്കുവാണേ. ഈ ആട്ടാമുഴി എന്നെ കണ്ണിന്റെ ഫണ്ടിന്ന് പോകാൻ പറ. സൈഡിലല്ലേ നിൽക്കണ? അയ്യോ ഞാൻ അറിഞ്ഞില്ല. ഡി അപ്പച്ചി ഉണ്ടാക്കുന്ന ഫുഡിന് എന്താണ് കുഴപ്പം? കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ഫിഷ് ബിരിയാണി നീ അങ്ങ് വെട്ടി വിരിഞ്ഞല്ലോ. എടി അത് ബിരിയാണിക്ക് അപ്പച്ചി തന്നെ സൂപ്പർ. പക്ഷെ അതുപോലെയല്ല ബാക്കിയുള്ള ഫുഡ്. വായി വെച്ച് തിന്നാൻ കൊള്ളൂല്ല. അയ്യോ വായ വെച്ച് തിന്നാൻ കൊള്ളൂല്ലേ? ഈ തമ്പിലായിട്ട് തിന്നണ്ട. ഞാൻ ഇവിടെ ഇരിക്കണില്ല. ഞാൻ ഇവിടെ ഇരുന്ന നിന്നെ പിച്ചിട്ട് ഞാൻ പൂക്കളത്തിടും കേട്ടാ. അപ്പച്ചിക്ക് എന്ത്? നിന്റെ കൈ ഇരിപ്പ് അത് തന്നെ. അത് ഞാൻ എന്ത്? ഇത് കഷ്ടം കഴിക്കണേ. ഈഗോ ക്ലഷ് എനിക്കിഷ്ടം. ഇനി ഇവർ രണ്ടുപേരും കൂടെ മത്സരിച്ച് ഫുഡ് ഉണ്ടാക്കുന്നു, ഞാൻ തിന്നുന്നു. എനിക്ക് വയ്യ, ഞാൻ ഫുഡ് തിന്നു മരിക്കും ഞാൻ. എന്തോ അതാ വരുന്ന്. കഴിഞ്ഞുപോയി. മാമ ലിസ്റ്റിൽ എല്ലാ സാധനങ്ങളും കിട്ടിയാ മാമ? ലിസ്റ്റ് എല്ലാം കിട്ടി. നീ തന്ന ലിസ്റ്റിലുള്ള എല്ലാം ഉണ്ട്. മാമ ആണോ വെള്ളം വേണോ? എന്റെ ശ്രീകു എന്തൊരു തിരക്കാന്നറിയാവോ? സത്യം പറയാനുണ്ട്, കാല് കുത്താൻ അവിടെ സ്ഥലമില്ല. 3-4 വർഷമായിട്ട് ഓണമൊന്നും ഇല്ലായിരുന്നല്ലോ, കൊറോണയൊക്കെ അല്ലായിരുന്നോ? അതുകൊണ്ടായിരിക്കും ഇത്ര തിരക്ക്. പിന്നെ ഞാൻ കാശൊന്നും നോക്കിയില്ല, എല്ലാവർക്കും ഓണപ്പട വാങ്ങിച്ചു. ഇത് നിങ്ങൾക്ക് 2 പേർക്കും തുണിയുണ്ട്. കാശൊന്നും നോക്കിയില്ല, ഞാൻ കാശൊന്നും നോക്കിയില്ല. ഇത് നിനക്ക്. മാമനറിയാമല്ലോ ഞാൻ കാശൊന്നും നോക്കിയില്ലെന്ന്. ഇത് മാമനെ.
ഇത് പിന്നെ ഞാനൊന്നും കാശൊന്നും നോക്കാതെ വാങ്ങിച്ചാ മോളെ. ഇത് നിനക്ക്. താങ്ക് യു മാമ. ഇത് കാശൊന്നും നോക്കാതെ എനിക്കില്ലേ? അതൊക്കെയുണ്ട്. ഇതെല്ലാം കൂടെ കൊണ്ടുപോയി വെട്ടിയരിഞ്ഞ് പോയി പോ. പിന്നെ ചിന്നു നാളെ ചിന്നു റെസ്റ്റ് എടുത്തോ. ഞാൻ സദ്യ ഉണ്ടാക്കാം. എനിക്ക് റെസ്റ്റ് എന്തിന്? ഞാൻ എല്ലാ പ്രാവശ്യം സദ്യ ഉണ്ടാക്കുന്നത്, ഞാൻ ഉണ്ടായിക്കോളാം. അല്ല എടി അങ്ങനല്ല, ഇവിടെ പാചകം എന്ന് പറഞ്ഞാൽ സൂപ്പറാ, സൂപ്പർ. അങ്ങനെ പറയില്ല, എനിക്ക് നാണം വരും. എന്റെ കൊള്ളൂലെന്നാ. അങ്ങനെയല്ല അപ്പച്ചി. അപ്പച്ചി റെസ്റ്റ് എടുക്ക്, മാമി ഉണ്ടാക്കിയാ മതി അതെ. അപ്പച്ചി വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്തു. വേണ്ട വേണ്ട, ചെറുതായിട്ട് എന്തിനാ ഹെൽപ്പ് ചെയ്യണത്? നീ റെസ്റ്റ് എടുത്തോടി. അപ്പച്ചിയുടെ റെസ്റ്റിന്റെ ആവശ്യമൊന്നുമില്ല, അപ്പച്ചി ജോലി ചെയ്തോളൂ. അതെ, ചുമ്മാ എല്ലാരും റെസ്റ്റ് എടുത്ത് പറയാൻ എനിക്ക് എന്ത് വല്ല അസുഖം വല്ല ഉണ്ടോ? ഞാൻ ഉണ്ടായിക്കോളാം സദ്യ. അല്ല സദ്യയൊക്കെ ഉണ്ടായിക്കൂ, പക്ഷേ പിന്നെ എന്റെ ശ്രീക്കു അടപ്രഥമൻ ഉണ്ടാക്കും. സദ്യ ഒക്കെ ഉണ്ടാക്കാറെങ്കിൽ പിന്നെ പായസം ഉണ്ടാക്കും. അത് തന്നെ. അല്ലല്ല, ഇവളുടെ അടപ്രഥമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേമസ് ആണ്. അപ്പച്ചിയുടെ കടല പായസം അതിനേക്കാൾ ഫേമസ്. ആ പിന്നെ അല്ലേ, എന്തിന് 2 വയസ്സ് എന്തിന്? ഷേ, രണ്ടുപേരും വെക്കിട്ട് നമുക്ക് അത് ടേസ്റ്റ് ചെയ്ത് നോക്കിട്ട് ആര് വെക്കുന്നതാണ് സൂപ്പർ എന്ന് പറയാലോ. പിന്നെ അങ്ങനെ നീയാണോ പറയണ? ആരായാലും പറയാം. അതെ, നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഞാൻ റെഡിയാണ്. ഞാനും റെഡിയാ. നോക്കാം. നോക്കാം. ചേട്ടാ ഇതൊന്ന് മേളിൽ വെച്ചേക്കണേ. എന്നാ വെള്ളോട്ടിയില്ലേ? അണ്ണാ ഇത് പ്രശ്നമാണ്. ഈ പോക്കുകളൊന്നും കണ്ടിട്ട് അണ്ണനൊന്നും തോന്നണില്ലേ? എന്തൊന്നും തോന്നാൻ? ഇത് വലിയ പ്രശ്നം നടക്കും. ഏയ്, ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നീ എങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ? നീ പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതി. മാമൻ പറഞ്ഞ ശരിയാ. ആ, നീ എന്തിനാ ഇല്ലാത്ത പ്രശ്നങ്ങൾ ചൊറിഞ്ഞുണ്ടാക്കുന്നത്? പ്രശ്നം ഉണ്ടാവൂ? ഏയ് ഏയ്, പ്രശ്നം ഉണ്ടാകത്തില്ല. പക്ഷെ ഉണ്ടാവും. ഉണ്ടാവൂ? ഉണ്ടാവില്ലായിരിക്കും. ഏയ്, അങ്ങനെ അങ്ങ് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. പക്ഷെ എന്താ എനിക്കുള്ളിൽ നിന്ന് ഒരു ആന്തൽ എനിക്ക് ഉണ്ടാ. എന്നാ മാമ, ഞാൻ മേലോട്ട് കയറട്ടെ. പ്രശ്നം ഒന്നും ഉണ്ടാകത്തില്ല. ഞാൻ എങ്ങോട്ട് പറയുന്നില്ല, ഇവിടെ കാണും. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യ രാത്രിയല്ലേ? അതെ. ഈ ഒരു ചിന്തയുള്ളൂ. ആദ്യ രാത്രിയല്ല, ആദ്യത്തെ ഓണം. അങ്ങനെ പറ. അങ്ങനെ പറഞ്ഞ ഞാൻ നിനക്ക് ഒരു ഓണപ്പുടവ കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കിക്കേ, അടിപൊളി. എങ്ങനെയുണ്ട്? നോക്ക്, മാക്ക് പറ എങ്ങനെയുണ്ട്? സൂപ്പറായിട്ട്, സുന്ദരിയായിട്ടുണ്ടോ? സുന്ദരിയായിട്ട്. ഇതിന് ഭയങ്കര വിലയായി കാണുമല്ലോ. പിന്നെ ഇതിന് 7,000 7,000? 7,000 രൂപയായി. ആ, ചുമ്മാതല്ല, ഒറിജിനൽ കസവാതാ. എന്നാൽ ഇത്രയും വിലയുടെ എടുക്കണ്ടായിരുന്നു. ഓ, നിന്റെ കാര്യത്തില് ഞാൻ ഈ കാശൊന്നും നോക്കത്തില്ല. എന്താണ് മക്കളെ? എത്ര രൂപയായി ഏതിന്? ഇതിന്? 7,000 രൂപയല്ലേ? 3,000. ഞങ്ങൾക്ക് വില കുറഞ്ഞ ഡ്രസ്സും ഭാര്യക്ക് വില കൂടിയ ഡ്രസ്സും അല്ലേ? അയ്യോ, അങ്ങനെ പറയാതെ മക്കളെ. അതെ, ഈ 3,000 രൂപയ്ക്ക് ഡ്രസ് എടുത്തപ്പം 2 ഫ്രീ ആയിട്ട് തന്നു. 2 ഫ്രീ ആയിട്ട്. അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണല്ലേ അപ്പൊ ഞങ്ങൾക്ക് തന്നെ? ഇനി ഫ്രീ ആയിട്ടല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3,000 രൂപ ഡ്രസ് എടുക്കുമ്പോഴേ അതിന്റെ കൂട്ടത്തിൽ കിട്ടുന്ന അത് മാത്രമല്ല മക്കളെ. ഇത് ഞാനല്ല സെലക്ട് ചെയ്തത്, രാമനാ സെലക്ട് ചെയ്തത്. ഇനി മാമ ഒന്നും പറയണ്ട. ഓണക്കോടി ആരാണ് എടുത്തു തരാന്ന് പറഞ്ഞ? അതും മാമനാ. ആണല്ലോ. ആ. എന്നിട്ട് ഇപ്പൊ കാണിച്ചത് എന്താണ്? ഒന്നും പറയണ്ട. ഞാൻ അല്ല മോൾ വേണ്ട. അയ്യോ, പിണങ്ങിപ്പോവല്ലേ? നല്ല കാര്യം ഉണ്ടായിരുന്നു. മാമ, മാമ വിഷമിക്കണ്ട. അപ്പച്ചിയുടെ അതേ സ്വഭാവമാണ് ഡ്രിങ്കിക്ക്. ഭയങ്കര ഈഗോ ആണ്. സത്യം. ചുമ്മാ ദേഷ്യപ്പെടും. അതെന്തിനാ? മാമി നന്നായിട്ട് കുക്ക് ചെയ്യൂലേ? അത് അപ്പച്ചിക്ക് അത്ര അങ്ങോട്ട്. ഓ, അപ്പൊ അതാണ് കാര്യം. ഇപ്പോഴാണ് മനസ്സിലായത്. നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ഒരു സീക്രട്ട് ഉണ്ട് ഇവിടെ. എന്താ?
ഇവിടെ ഇപ്പൊ 2 ചേരികളുണ്ട്. ശരിയോ? ചേരയല്ല, ചേരി. ഓ ഗ്രൂപ്പ് ഗ്രൂപ്പോ ഈ വീട്ടിലോ? പിന്നെ അപ്പച്ചി, രാമങ്കള്, റിങ്കി ഒരു ഗ്രൂപ്പ്, നമ്മൾ 3 ഒരു ഗ്രൂപ്പ്. നമ്മള് 3 പേരും എപ്പ ഗ്രൂപ്പായി? അങ്ങനല്ല, അവര് ഗ്രൂപ്പ് ആവുമ്പോ നമ്മൾ ഗ്രൂപ്പ് ആവണ്ടേ? ആണോ? അതാണ്. അപ്പം മാമനോ? അപ്പു റഫറി റഫറി ഈ നടുക്കുന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ അപ്പുവിനെ നമ്മുടെ ഗ്രൂപ്പിലോട്ട് നമുക്ക് ആക്കണം. ആക്കിയാൽ നമ്മൾ 4 അവര് 3. ഓ നമുക്ക് ബലം കൂടും. സത്യം പറഞ്ഞ മോളെ, മോക്ക് മാമന് വാങ്ങിച്ചെന്ന് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട്. നീ മാത്രം അടി എന്റെ അന്തരവണ. താങ്ക് യു. മോക്ക് ഓണം പ്രമാണിച്ച് മാമന് ഒരു 50 രൂപ തരും. 50 ഉള്ളൂ? 50 രൂപയോ? ഒരു 50 കൂടെ ഇട്ട് 100 താ. 100 രൂപ. ഇങ്ങനെ ഇവിടെ ചിരിച്ചോണ്ടിരുന്നോ? അവരെന്തൊക്കെയോ കലാപരിപാടി അവിടെ പ്ലാൻ ചെയ്യണുണ്ട്. കലാപരിപാടിയാ? ഓ, എന്ത്? എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് പ്ലാൻ ചെയ്തതുപോലെ. ഈ പ്രോഗ്രാമുകൾ ഓണം പ്രമാണിച്ചോ? ഓ അത് തന്നെ. ഓ അത് അതാണോ? അതടി ഈ പുലിയുടെ വീട്ടിൽ മണിക്കുട്ടൻ അതിന്റെ അപ്പുറത്തെ പരിപാടി പ്രോഗ്രാം ഞാൻ അറേഞ്ച് ചെയ്യും. ധൈര്യമായിട്ട്. ഓവർ കോൺഫിഡൻസ് ഒക്കെ കൊള്ളാം. അവരെങ്ങാനും ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ നാണം കെട്ട് നാറിപ്പോയോ? അതിന് അവര് ജയിക്കൂലല്ലോ, നമ്മളല്ലേ ജയിക്കുള്ളൂ. അതെ, ധൈര്യമായിട്ടിരുന്നു. എല്ലാം സെറ്റ്. നമ്മളിന്ന് പൊളിക്കും. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ? ആ പിങ്കി പെണ്ണാണ് എരിയേറ്റുന്നേ എല്ലാത്തിനും. അതാണ് ചേട്ടാ, ഒരു കുറ്റി പുട്ടിന് വേണ്ടി മലക്കം മറിഞ്ഞിരിക്കുന്നു. അവളാകുമ്പോ ഒരു കുറ്റി ആയിരിക്കുമല്ലോ അല്ലേ, ഒരു 5-6 കുറ്റി എങ്ങനെ മിഴുങ്ങി കാണും. അതെ, കൊള്ളാം എന്തായാലും. പിങ്കിയല്ലേ? ഓ എന്നാ നീ ഒരു കാര്യം ചെയ്യടി, നീ അവരുടെ പോയി പറ ഓണപരിപാടികൾ ജയിക്കാൻ പോണ ചിന്നു ആൻഡ് ടീമാണെന്ന്. അവര് നേരത്തെ എല്ലാം വെൽ പ്ലാൻഡ് ആണ്. ആര്? അവര്. ഉണ്ടപ്പക്കറിന്റെ പ്ലാനിങ് ഇല്ലേ? നമുക്കറിയാം എന്തിനാണ് പ്ലാനിങ്. നിങ്ങൾ നോക്കിയോ, നാളത്തെ അത്തപ്പോട്ട് നമ്മൾ പിടിക്കും അവരെ. അതെ, ആ ചേട്ടൻ പറയും. ആ വരയ്ക്ക്. ഞാനും ആണല്ലേ? ആ ഇത്തവണ കുറച്ച് മെനക്കെട്ടാലും സാരമില്ല. അതെ, അങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും പറ്റൂല. അത് ഡ്രസ് എല്ലാം കൊണ്ട് നമ്മൾ അടിപൊളിയായിരിക്കും, കേറി നിൽക്കണം. അത് അല്ലെങ്കിൽ നമ്മൾ തന്നെ അടിപൊളിയായിരിക്കും. അതത്രേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഒരാളെയും കൂടെ നിർത്തണം. ആര്? ഉണ്ണിയപ്പൂനെ. അത് പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല, മാമ എന്റെ ടീമിൽ തന്നെ. പിന്നെ അല്ലാതെ ഞങ്ങൾ അങ്ങനെ ഒരു റാപ്പാണ്. സെറ്റ്. ഡാഡി പിള്ള ന്യൂട്രൽ കളിയാണ് കേട്ടോ. ഒരിക്കലും. ഡാഡി പിള്ളക്ക് എല്ലാവരും ഒരുപോലെ ഇഷ്ടമാണ്. എന്നാലേ എന്റെ ഒരു കേസ് വരുമ്പോഴത്തേക്കും മാമ എന്റെ കൂടെ നിൽക്കുവോ? എന്തായാലും നമ്മൾ 3 പേരും ഒറ്റക്കെട്ടായിരിക്കും. അതാണ്. ആ അതിനൊരു മാറ്റമില്ല. അടിപൊളിക്കാം അല്ലേ? ഉണ്ടപ്പക്കറും ടീം പോയത് തന്നെ ഇപ്രാവശ്യം. ചിന്നു ആൻഡ് ടീം വിൻസ്. പിന്നെ അല്ല, അതെ, അതിനു മുന്നേ ഒരു പണിയുണ്ട്. ഉണ്ണിയപ്പൂനെ നമ്മുടെ ടീമിൽ നിർത്തണമെങ്കിൽ അവര് സോപ്പിടുന്നതിന് മുന്നേ നമ്മൾ അവിടെ എത്തണം. ഇല്ലപ്പോ അങ്ങനെ അവര് സോപ്പിട്ടാന്നും മാമ അങ്ങനെ വീഴൊന്നുമില്ല. എന്നാലും നീ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊന്ന് പെട്ടെന്ന് അതെ പോകാം. അതെ, വാ വാ ഞാനും പറഞ്ഞു. വാ. മാമന് ഈയിടെയായിട്ട് ഭയങ്കര ക്ഷീണം. അതെ, സത്യം പറയാനുണ്ടല്ലോ, വിറ്റാമിന്റെ കുറവാ. വിറ്റാമിൻ ഉണ്ട്, സാധനമുണ്ട്. ആ എല്ലാരും ഉണ്ടല്ലോ ഇവിടെ. അതല്ല, നിങ്ങൾ എല്ലാവരും കൂടെ എന്താ ഇവിടെ? മാമനെ ടീമിൽ ചേർക്കാനുള്ള അടവായിരിക്കും അല്ലേ? എന്തിന്? ആൾറെഡി മാമൻ ഞങ്ങളുടെ ടീമില്ല. അയ്യോ, ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. എന്റെ മാമൻ നിങ്ങളുടെ ടീമില്. കുറച്ചുകൂടെ നല്ല തമാശ പറയൂ. പറയാ. എന്നാ പറ. കാരണം മാമൻ ഞങ്ങളുടെ ടീമില. എന്തോ എങ്ങനെ? അതെ അതെ, മാമൻ ആരുടെ ടീമിൽ നിക്കണോന്ന് മാമൻ പറയട്ടെ. അതന്നെ നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കണ. മാമൻ പറ. മാമ മാമൻ പറയും. ഒന്നും പറയാനില്ല. മാമൻ എന്റെ അച്ഛനാണ് എന്റെ ടീമിൽ നിൽക്കും. എവിടെ? മാമ പറ. മാമ അല്ല ഇത്രയ്ക്ക് അത് പതിച്ച കാണിക്കണ്ടില്ലേ? അതൊന്നുമില്ല, മാമന്റെ മുഖം കണ്ടാ അറിയാമല്ലോ ഞങ്ങളുടെ ടീമിൽ ചേരാനാ മാമന് ആഗ്രഹം. സൂക്ഷിച്ചു നോക്ക്, മാമന്റെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട് മാമ എന്റെ ടീമിലാണ്. എവിടെ? ഒന്നും എഴുതി വെച്ചിട്ടില്ല. പാവം മാമൻ. അച്ഛാ, ഈ ഏണികളോട് നിൽക്കുക, നമുക്ക് പോവാം. കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പൊ വേണ്ട വേണ്ട. മാമ നേരത്തെ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ. അപ്പൊ വരാ നോക്ക്. നിങ്ങൾ എന്താ കാണിക്കുന്നത്? ഇവിടെ നല്ലൊരു ഓണം വരെയാണ്. ആവശ്യമില്ലാതെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ എല്ലായിടത്തിനും ചവിട്ടി ഞാൻ പുറത്തിറങ്ങി. അല്ല, ഞങ്ങളുടെ കൂടെ മാമൻ. ആരും ഞങ്ങളുടെ കൂടെ
ഞങ്ങളുടെ കൂടെ നിൽക്കാൻ നേരത്തെ സമ്മതിച്ചല്ലായിരുന്നു മാമന്. ഇപ്പൊ സമ്മതിച്ചേ കയ്യിൽ ഞാൻ വിട്ടിക്കളെ. അപ്പം മാമൻ ഞങ്ങളുടെ കൂടെ ഇല്ല. ഇല്ല ഉറപ്പാണല്ലോ? ഉറപ്പ് തന്നെ. ആ. അങ്ങനെയാണെങ്കിൽ വേണ്ട. ആ നാളെ ഇപ്പൊ ഓണമാണല്ലോ. ഓണത്തിന് മത്സരം നടക്കുമല്ലോ. നടക്കുമല്ലോ. 2 ടീമായിട്ട്. അതിനകത്ത് റഫറി ആയിട്ട് നിന്നാ മതി. റബറിയാ? അതെന്താരേ? നോക്കടി. ഒരു പ്രായ മനുഷ്യനെ മുഖത്ത് വെച്ച അത് മക്കള് നിക്ക. അല്ല എന്താ റഫറി എന്ന് പറഞ്ഞ? റഫറി എന്ന് പറഞ്ഞ ക്യാപ്റ്റൻ. 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 ആ മാമൻ ഞങ്ങളുടെ 2 ടീമിന്റെ ക്യാപ്റ്റൻ ആയി നിന്നാ മതി. ഇവൻ റബറി എന്ന് പറഞ്ഞ കളിയാക്കി. ഇവ മാമനെ പറ്റിച്ചത്. നീ എന്നെ പറ്റിക്കാൻ നോക്കണം. എന്തായാലും ഞാൻ ക്യാപ്റ്റനായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. വരാം. അപ്പൊ നാളെ കാണാം. നാളെ കാണാം. ആ 2 ഉണ്ട കണ്ണു വെച്ച് നീ കണ്ടോ. ഞാൻ ചിലപ്പോ കണ്ണാടി വെച്ച് കാണാടി. ഏയ്, വഴിയിടി. പോരേടി. ഏത്? കയ്യിൽ ഞാൻ വിട്ടു പോടാ. ഓ